നമസ്കാരം, BBC ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരളത്തിൻ്റെ വർഷങ്ങളായുള്ള പല ആവശ്യങ്ങളും അനുവദിക്കാനും പ്രാവർത്തിക്കാനുമായ അനുകൂല വാർത്തകളാണ് നാം ഇന്ന് മനസ്സിലാക്കിയത്. മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഉൾപ്പെടെ ജനപ്രതിനിധികളും കേരള സർക്കാർ ഒരുപോലെ ആവശ്യപ്പെട്ടാണ് എയിംസ് കേരളത്തിന് വന്നത്. എയിംസിന് പ്രഥമ പരിഗണന നൽകുമെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷയുമായി മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. കോഴിക്കോട് ജില്ലയിലെ KSIDCയുടെ അധീനതയിലുള്ള സ്ഥലത്ത് എയിംസ് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി നവകേരള സദസ്സിൽ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ സമർപ്പിച്ച നിവേദനത്തിന് മറുപടിയായി ആരോഗ്യവകുപ്പിന്റെ അറിയിപ്പ് ലഭിച്ചതായി മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഭാരവാഹികൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവരിലൂടെ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ രക്ഷാധികാരികളായ ഡോക്ടർ AV അനൂപ്, A ശിവശങ്കരൻ, പ്രസിഡന്റ് ഷവലിയർ CE ചാക്കുണ്ണി എന്നിവർ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. സർക്കാരിൽ നിന്ന് ലഭിച്ച കത്ത് സഹിതം തൃശൂരിൽ കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിക്ക് MDC പ്രസിഡന്റ് ഷവലിയർ CE ചാക്കുണ്ണിയുടെ നേതൃത്വത്തിൽ നാളെ നിവേദനം സമർപ്പിക്കും. UAE കേരള സെക്ടറിൽ യാത്രാ ചരക്ക് കപ്പൽ ഓണത്തിന് മുൻപ് ആരംഭിക്കുന്നതിന്റെ ആവശ്യകത ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്താമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം, പഠിച്ചിറങ്ങിയവർക്ക് ജോലി, വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം, ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം, ജോലി ഉറപ്പു നൽകുന്നു. ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ്, ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, ഫാർമസി അസിസ്റ്റന്റ്, ആയുർവേദ പഞ്ചകർമ്മ OT ടെക്നോളജി, ഡയാലിസ് ടെക്നോളജി എന്നിവയിൽ 26 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കുരുവിള ദന്തൽ ആശുപത്രിക്ക് സമീപം, ബൈപ്പാസ് റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി.